മോർണിംഗ് അനുസുപ്പത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടോ മുടി കറുത്തത് കണ്ടോ? നരച്ച മുടി ഇല്ലാതിരിക്കാൻ മുടി ഡൈ ചെയ്യുക. ഞാൻ അതൊന്ന് ഓഫീസിലേക്ക് പോകണം. അപ്പം എൻ്റെ പിള്ളേർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. വയറ് നെക്കി പിടിച്ച് എന്താണ് ഗ്ലാമർ ജോൺസെറ്റ് ഇതൊന്നും ഇതിനകത്തേക്ക് വെച്ചുതരോ. ഞാൻ എൻ്റെ ഓഫീസിൽ പിള്ളേർക്ക് ചപ്പാത്തി, കറി, ചോറ്, മീൻ വറുത്തത്, മോരുകറി, പഴമൊക്കെ കൊണ്ടുപോകും കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങൾ തിരിച്ച് വയനാട്ടിലേക്ക് പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് പോകുന്ന കുറച്ച് അമ്മ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ മരുമോനെ കണ്ടത് അമ്മ വരുന്നുണ്ട്. നമുക്ക് നിൽക്കുന്നത് അമ്മ ഇപ്പം നിൽക്കുന്ന ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇങ്ങനെ സുട്ടപ്പത്തിയായിട്ട് നിൽക്കാം. പോവാ. ചെരുപ്പ് ഇടട്ടെ. അയ്യോ ചെരുപ്പ് എടുക്കാൻ പറ്റുന്നില്ല. അയ്യോ ചെരുപ്പ് എടുത്തരോ. എന്ത് ചെരുപ്പ് കിട്ടുന്നില്ല. അത് കിട്ടി, ഒന്ന് കിട്ടി. സാരോ ചെരുപ്പ് കിട്ടുന്നില്ല. എവിടെ ചെരുപ്പ്? ഇതിൻ്റെ അടിയിൽ. പിന്നെ കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ആളോന്ന് ചെരുപ്പ് എടുത്ത് തന്നെ. അതിൻ്റെ അടിയിൽ ഏറ്റവും അടിയിലാണ് നടക്കുന്നത്. താങ്ക് യു സോ മച്ച് മിന്ന. യു ആർ മൈ സ്വീറ്റ് പപ്പി പംകിൻ. നമ്മളെ കൂട്ടട്ടെ വേണേ തുറന്നാൽ മതി. നമുക്ക് കുഴപ്പമൊന്നും നമുക്ക് ഉണ്ടാകും. ഞങ്ങൾ വരുന്നുണ്ടായിരുന്നു. മിന്നിയുടെ സന്ധിക്ക് ഇഞ്ചക്ഷൻ കൂടെ കൊടുപ്പിച്ചു തരണേ. പണ്ടി അമ്മയുണ്ടല്ലോ മോഹാകളിയാ. അമ്മയ്ക്ക് എവിടെയെങ്കിലും കടയിലൊക്കെ പോകാനുള്ള. അപ്പം അമ്മ ഞങ്ങളോട് പറയും ഞാൻ ഓണത്തിൻ്റെ സൂചി വെക്കാൻ പോവാ. നിനക്ക് സൂചി വേണോ? വരുന്നവരൊക്കെ ഡോക്ടർ സൂചി വെക്കും, അതുകൊണ്ട് വരണ്ടാണ്. പക്ഷെ ഞാനേതാ മോള്, ഇവരൊക്കെ വിറ്റ പൈസ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയായിരുന്നു ചോക്കട്ടാ. ഞാൻ ഒരു വളവുണ്ട്, ആ വളവിൻ്റെ അവിടെ പോയി നിൽക്കും. വീട്ടിൽ നിന്ന് നേരത്തെ പോയി നിൽക്കും, 1 മണിക്കൂർ നേരത്തെ. എന്നിട്ട് അമ്മേൻ്റെ തലവെട്ടല്ല വേറെ വഴിക്ക് ഒളിഞ്ഞ് നമ്മൾ പോകും. ഞാനും അമ്മയും അന്നേ കൂട്ടുകാരാണ്. ഇല്ലണ്ട ചക്ക ഇവിടെ സുന്ദരിയായത് കേട്ടോ. ഇന്ന് രാവിലെ തൊട്ട് പാട്ടാ. ഭയങ്കര ഹാപ്പി ലൈഫാണ്. അതന്നെ ജോടത്തെ പ്രസംഗം പഠിക്കുന്നുണ്ട്. അമ്മ പഠിപ്പിച്ചില്ല. അയ്യോ പാട്ട്. ഈ വണ്ടി കുറേ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. വണ്ടി കയറാൻ പറ്റാത്ത വിധം വണ്ടി പൂത്തുപോയോ? അയ്യോ പൂത്തുപോയി. തുറന്നേ മാറിക്കാൻ നോട്ടെ. അമ്മ എങ്ങനെ കയറിയിരിക്കും? ഒറിജിനൽ ലെതർ, അതുകൊണ്ടാണ് പൂത്തുപോയെ. കുറേ കാലമായി വണ്ടി എടുത്തിട്ട്. വണ്ടിക്കുള്ളൊക്കെ പൂത്തുപോയി. ജോക്കുട്ട് തുടക്കിയിട്ട് എന്നിട്ട് കയറാം. ജോൺസേട്ടാ എനിക്ക് സമയം പോയിട്ടോ. ഞാൻ നടന്നു പോണ്ടേ? ആദ്യമായിരുന്നു ഞാൻ നടന്നു പോയായിരുന്നല്ലോ. നീ എത്രക്കാരിയാ? എന്നെ ഇഷ്ടമല്ല. ഇവിടെ കാണാൻ എന്നെ പോലെ ഉണ്ടോ? കാരണം എല്ലാവരും പറയും ഇവിടെ കാണാൻ എന്നെ പോലെ ഉണ്ട്. ഞാൻ ഉണ്ടല്ലോ പിരികം ത്രെഡ് ചെയ്തിട്ടേ ഇല്ല ഇന്ന് വരെ. അല്ല, ഒറ്റ പ്രാവശ്യം കാണാൻ ത്രെഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ത്രെഡ് ചെയ്യലേ ഇല്ല. കണ്ടോ ഇത് സൗന്ദര്യാലേ. പട്ടിയടിച്ച പാടി ഞാൻ മറക്കില്ല. അന്നാൻ്റെ മൊത്തം പട്ടിയടിച്ച കഥ അറിയാം നിനക്ക്? അയ്യോ നിൻ്റെ അമ്മ ഭയങ്കര മൃഗസ്നേഹിയാ. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങളോടും ഭയങ്കര സ്നേഹം. അതുകൊണ്ടാണ് നിങ്ങളോട് ഇപ്പോഴും സ്നേഹം. എന്നിട്ട് നിൻ്റെ അമ്മ എന്ത് ചെയ്തെന്നറിയാമോ? പട്ടിക്ക് കൊണ്ടുപോയിട്ട് നല്ല ചിക്കൻ കഷ്ണമൊക്കെ ഉള്ള കാലിട്ട് കൊടുത്തു. അന്നാടി സഹിക്കുമോ? ഓടി പട്ടീൻ്റെ പാത്രത്തിൽ നിന്ന് എടുത്ത് കടിക്കലും പട്ടി പറഞ്ഞൊരു കടിയായിരുന്നു. 5 സ്റ്റിച്ച്. ഇതേ സത്യം പറഞ്ഞാട്ടോ 5 സ്റ്റിച്ച്. അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ നാണക്കേടല്ലേ ഇങ്ങനെ പട്ടി അടിച്ചെന്ന് പറയാൻ. അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ എന്താ പറ്റിയെന്ന്. അതെ പട്ടി എൻ്റെ പേര് ചോദിച്ചു. ഞാൻ പേര് പറഞ്ഞു കൊടുക്കാൻ ഒരു പട്ടി എന്നെ കടിച്ചു എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധിശക്തി? വിശ്വസിക്കൂലേ എല്ലാവരും? വിശ്വസിക്കൂലേ? അതായിരുന്നു ഞാൻ. നിൻ്റെ അമ്മ ഭയങ്കര പഠിപ്പിസ്റ്റാ. നിൻ്റെ അമ്മേൻ്റെ ബുക്കൊക്കെ എടുത്ത് ഞാൻ വിൽക്കുമായിരുന്നു. പറയരുത് കേട്ടോ. ഇവളുടെ അമ്മ ഭയങ്കര പഠിപ്പീന്ന് വെച്ചാൽ എൻ്റെ പൊന്നേ 24 മണിക്കൂറും പഠിച്ചോണ്ട് കേട്ടോ. അവൾക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്ന്. അന്ന് നമ്മുടെ സ്കൂളിൽ 7 ഡിസ്റ്റിങ്ഷൻ, അതിലൊരെണ്ണം അവക്കാം. എന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ അവർ വന്ന് ചോദിച്ചു റിസൾട്ടൊക്കെ വന്നല്ലോ. അന്ന് നമ്മുടെ വീട് ഇങ്ങനെ പൊട്ടിപ്പൊളിയാറായ വീട്, നമ്മളൊന്നും ആർക്കും ഒരു വിലയില്ല. റിസൾട്ടൊക്കെ വന്നല്ലോ, മോളുടെ റിസൾട്ടൊക്കെ എങ്ങനെ ഉണ്ട് ചോദിച്ചു. പറഞ്ഞു അവൾക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. അയ്യേ ഡിസ്റ്റിങ്ഷനോ? ഞങ്ങളുടെ വീട്ടിൻ്റെ അപ്പുറത്തെ കുട്ടിയുടെ മോൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന്. ഫസ്റ്റ് ക്ലാസ് എന്താ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാകുന്ന ആർക്കും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൾ BSc മൈക്രോബയോളജി പഠിച്ചു. പിന്നെ അവൾ 10ാം ക്ലാസ്സിൽ നിന്ന് +2 പഠിച്ചു. BSc മൈക്രോബയോളജി, BSc നേഴ്സിംഗ്, MSc സൈക്കാട്രിക് നേഴ്സിംഗ്, മിലിറ്ററിയിൽ നല്ല പോസ്റ്റിൽ. ഇപ്പോൾ അവൾ എന്താ വേണ്ടതാണ് ചേട്ടാ? എന്താ വേണ്ടിയായിരുന്നു അതിന്? കമാൻഡറോ മേയറോ എന്താ വേണ്ടിയാ? മേജർ റാങ്കിലെത്തേണ്ടിയായിരുന്നു കേട്ടോ. പക്ഷേ വിധി അവളെ സമ്മതിച്ചില്ല. ഇവറ്റകൾ രണ്ടും കുഞ്ഞായിരുന്നു, അതുകൊണ്ട് പോയില്ല. പിന്നെ അവൾക്ക് തണുപ്പ് ഇഷ്ടമല്ല. ഡാർലിങ്ങോ അവിടെ എവിടെയോ ആയിരുന്നു അവൾക്ക് ട്രെയിനിങ് പറഞ്ഞത്.
സെലക്ഷനൊക്കെ കിട്ടിയിട്ട് പിന്നെ അവൾ പോയില്ല. പിന്നെ ഓൾറെഡി അവൾക്ക് ഇവിടെ ഗവൺമെൻറ് ജോബാണ്. പിന്നെ അത് ഇട്ടിട്ട് അങ്ങോട്ട് പോയിട്ട് അതുമില്ല ഇതുമില്ല അതാക്കണ്ടെന്ന് നമ്മൾ വിചാരിച്ചു. ഒന്നത് പിന്നെ അവളെ പറ്റി പറഞ്ഞാ പഠിപ്പി ബുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. ഞാനതൊക്കെ കൊണ്ടുപോയി ബോംബെ മിഠായിക്കാരനും സ്കൂളിൽ കൊണ്ടുപോയി പിള്ളേർക്കൊക്കെ വിൽക്കും. എന്നിട്ട് കിട്ടുന്ന പൈസയ്ക്ക് ടക്കായി മിഠായി വാങ്ങി തിന്നും. സ്ഥിരമായിട്ടൊരു ബോംബെ മിഠായിക്കാരുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അതിലേ പോകുന്നത്. അപ്പോൾ ബോംബെ മിഠായിക്കാരൻ അവിടെ എത്തുമ്പോൾ ബെല്ലടിക്കും. അപ്പം മമ്മീൻ്റെ അന്നാൻ്റെ കൊടുക്കാൻ പൈസ ഇല്ലല്ലോ. അന്നാൻ്റെ എന്താ ചെയ്യാറിയോ, എൻ്റെ മമ്മീൻ്റെ ബുക്ക് എടുത്ത് കൊടുക്കും അമ്മേൻ്റെ. അപ്പോൾ ബോംബെ മിഠായി കിട്ടും. ഒരു കുമ്പിൾ നേരെ ഈ ബോംബെ മിഠായി. അപ്പോൾ ബോംബെ മിഠായിക്കാരൻ വരുന്നതിനനുസരിച്ച് വീട്ടിൽ ആനീൻ്റെ കരച്ചിൽ കൂടും. കാരണം എന്താ, ആനീൻ്റെ ബുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ബോംബെ മിഠായിക്കാരൻ വന്ന് പോകുന്നൊക്കെ ആനക്കാരൻ. ഷാട്ടർക്ക് കുറേ കഴിഞ്ഞ് അച്ഛൻ കണ്ടുപിടിച്ചു. അച്ഛനൊരു അലമാരി വാങ്ങി, കുഞ്ഞലമാര. നമ്മുടെ വീട്ടിൽ താക്കോലുള്ള ഏക ഒരു സാധനം അതായിരുന്നു, കുഞ്ഞൊരു അലമാരി. അതിപ്പോഴും ഉണ്ട് അവിടെ. എന്നിട്ട് ആനി ചേച്ചി എന്തായി, ആനി എന്ത് ചെയ്യും നിൻ്റെ അമ്മ? പിന്നെ ബുക്കൊക്കെ അതിനകത്ത് വെച്ച് പൂട്ടിയിട്ട് താക്കോലും കൊണ്ടാ നടന്നു. അയ്യോ എന്തെല്ലാം കുസൃതികളായിരുന്നോ ഈ അന്നാൻ്റിൻ്റെ കയ്യിൽ. ഇപ്പം അന്നാൻ്റി പാവായില്ലേ, ഡീസൻ്റ് ആയില്ലേ? പറ, ഡീസൻ്റ് ആയില്ലേ? എനിക്ക് മനസ്സിലായി നീ അങ്ങനെ ഉദ്ദേശിച്ചേ. ജോക്കൂട്ടൻ്റെ കഥ കേട്ടോണ്ട് വണ്ടിയൊക്കെ തുടയ്ക്കാൻ ഓക്കെ. ഇനി ലേറ്റ് ആയ കൊള്ളില്ല. കാരണം ഓഫീസിൽ പോയിട്ട് എനിക്ക് കുറച്ച് വീഡിയോ അങ്ങനത്തെ കുറച്ച് പണികളുണ്ട്. ഓക്കെ ഓക്കെ, എൻ്റെ വയറ്റിപ്പഴപ്പല്ലേ. ഓക്കെ, ദേഷ്യം പിടിക്കും ജോൺസേട്ടൻ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ എന്നോടായിരിക്കും കരിക്കും, കാട്ടക്കരിക്കും. ജോൺസേട്ടൻ ആക്ച്വലി ഞങ്ങളെ കൂട്ടാൻ വന്നൊന്നല്ല. ജോൺസേട്ടൻ ഈ വണ്ടി ഇവിടുന്ന് നാശമാകും, ഇത് കൊണ്ടുപോയേ പറ്റുമെന്ന് ഓർത്ത് ദേഷ്യം പിടിച്ചു വന്നത്. അല്ല നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമ്മളെ കൂട്ടാൻ വന്നൊന്നുമല്ല. ജോൺസേട്ടൻ ഞങ്ങളെ കൂട്ടാൻ വന്നതാണോ വണ്ടി എടുക്കാൻ വന്നതാണോ? വണ്ടി എടുക്കാൻ കണ്ടോ, സത്യം മാത്രമേ പറയൂ. സത്യഗോപാല ചിരിക്കി. വീഡിയോ ആണെങ്കിൽ ഇപ്പം ചിരിച്ചോണ്ട് പണിയെടുത്തോളൂ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ പ്രാവും. സത്യഗോപാല ചിരിക്കി. പാമ്പ് അരണയോ, അരണയത് അല്ലേ? ഇത് വണ്ടീൻ്റെ അവസ്ഥ ഭയങ്കര ശോചനീയമാണ് കണ്ടോ. ഇവര് ഹോസ്പിറ്റലിലേക്ക് പോവാണ്, ഞാൻ ഓഫീസിലേക്ക് പോവാം കേട്ടോ. ഇവിടെ ഓഫീസിൽ എപ്പോഴും തീറ്റിയാ കാണിക്കടി. ഇവിടെ എല്ലാവരും ഓർഡർ എടുത്ത് വെച്ച് ഞാൻ എൻ്റെ പൈസ ഒന്നും തരില്ല. ഞാൻ ഒരു സമോസ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. എനിക്ക് പ്രിയ എൻ്റെ ഒരു സമോസ ഞാൻ ക്യാഷ് ആയിട്ടാട്ടോ തരിക. ഇവര് സമോസയൊക്കെ വാങ്ങി. നമ്മുടെ ചുക്കുമോള് വരണുണ്ടോ? ഇന്ന് ഇവിടെ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പറ്റും. തോന്നിയാസ ഡ്രസ്സ്. ഇന്ന് തോന്നിയാസ ദിവസം എന്നാ ഞാൻ പറയാം, കാരണം ഇവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഒന്നും ഇടാം. ചുഹു ഏയ് സ്നാക്സ് പറഞ്ഞവരൊക്കെ പൈസയും കൊണ്ട് വരാൻ. ഇവർക്ക് ഒരു ട്രിപ്പ് ചോറൊക്കെ കഴിച്ചിട്ട് കേട്ടോ. ഇതേ ടോട്ടൽ 20 രൂപയാണ് വരുന്നത്. ഇതില് ഇത് GST കൂട്ടിയ എമൗണ്ട് ആണ്. ദൈവമേ, സമോസേന്റെ കണക്കാട്ടെ കൂട്ടുന്നത് നിങ്ങൾ വിചാരിക്കും ഭയങ്കര എന്താ കാര്യം. നാട്ടുകാർ മൊത്തം അറിയാം. 30 പ്ലസ് 2 ഒരു സമോസ മാത്രം. ഗൂഗിൾ പേക്ക് സാധനം കൊണ്ട് എടി ഓരോ രൂപ കൂട്ടി വാങ്ങിക്കും. ടിപ്പ് സ്കാനറൊക്കെ ഇട്ടോളി. എനിക്ക് എന്റെ സുഹു തരും. സുഹു എന്നാലും ഓർഡർ 2 സമോസ വാങ്ങിക്കോ. ഇതൊന്നും ഇട്ട് കഴിഞ്ഞ് ഞങ്ങളെ എന്താടി എല്ലാവരും അറിയട്ടെ നിങ്ങളുടെ തനി സ്വഭാവം. ഡെലിവറി ചാർജ് കുറച്ച് കൊടുക്കണമല്ലോ ശരിക്കും. പോയി വാങ്ങിയവർക്ക് ഓരോ രൂപ. എനിക്ക് സമോസ ആദ്യം സ്കാനറിൽ പൈസ ഇടുന്നവർക്ക് അതൊന്നുമില്ല. കടം, എനിക്ക് കടം. എന്റെ ബാഗ് പൈസ എടുത്തു കൊടുക്കണം. ഒരു സമോസക്ക് എത്രയാ? 15 ഒരു സമോസക്ക് എത്രയാ? ഒരു സമോസക്ക് എത്രയാ? 25 നിന്റെ സാധനം. എടി ഒരു സമോസക്ക് എത്രടി? ഗൂഗിൾ പേ എന്റെ ബാഗ് എടുത്തു കൊടുക്കടി. 15 രൂപ. 15 12 എവിടുന്ന് വേണേ? 27 രൂപ. 27 ബാക്കി എല്ലാവരും കൂട്ടിയില്ല. 2 എടുത്തേ 28 29 രൂപ. സമോസ അന്ന ചേച്ചി. അപ്പം ഒന്ന് കഴിയട്ടെ കൃഷ്ണപ്രിയ. അന്ന ചേച്ചിനോടൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? 20 കൊടുത്തു. അവരൊന്നിനും പെടാണ്ട് നിൽക്കുക. അവർക്കൊന്നും വേണ്ട. ഞാൻ വയനാട്ടിലേക്ക് പോവുകയാണ്. ജോൺസേട്ടായി കൂട്ടാൻ വന്നിട്ടുണ്ടെങ്കിൽ നടക്കാൻ വയ്യ. വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് കാലൊക്കെ ഭയങ്കര വേദന. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ കേട്ടോ. ഇവിടെ ഫുള്ള് ഷൂട്ടിങ്ങാണ്. സിനിമേൻ്റെ ഷൂട്ടിങ്. ഒരു അവസരം കിട്ടുമോ സിനിമയിൽ നിന്നൊന്ന് നോക്കാം. അതെ ഞങ്ങൾ പോകുകയാണ്. മിന്നപ്പന് ഭയങ്കര ആഗ്രഹമായിരുന്നു വയനാട് പോകണം കേട്ടോ. പക്ഷെങ്കിൽ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള പേടിയിലായിരുന്നു അവൾ. കാരണം അവളോട് അവളുടെ പപ്പ പറഞ്ഞു നീ കോഴിക്കോട് നിന്നാൽ മതി, പോകണ്ട. പക്ഷെ ലാസ്റ്റ് ഇവൾക്ക് എൻ്റെ അതേ സ്വഭാവം. ലാസ്റ്റ് നമ്മൾ നേടിയെടുത്തില്ലേ പൊന്നപ്പാ? മിന്നപ്പാ പോകാം. വിശക്കുന്ന കാണിച്ചാട്ടാ. എഗൈൻ ഇതാ നമ്മുടെ ചിറയിലും ബീഫ് ബിരിയാണി കഴിക്കാൻ വന്നതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂടുള്ള മിന്നുവിന് ഒട്ടും ഇഷ്ടമല്ല. ബിരിയാണി റൈസ് ഇഷ്ടമല്ല എത്ര. അവൾക്ക് മറ്റേ ബസുമതി ആ കോലൻ റൈസ് ഇല്ല, അതാ ഇഷ്ടം. എനിക്ക്
എനിക്കാണ് ഇത് മാത്രം ഇഷ്ടം. കല്യാണ തിരക്കിൻ്റെ തിരക്കാണ് അവിടെ. അമ്മയ്ക്ക് ബിരിയാണി പൊതുവെ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്തതാണ്. പീസ് ഞാൻ എക്സ്ട്രാ വാങ്ങിയാട്ടോ. ഇതേ നമ്മുടെ വയനാട്ടിൽ നല്ല മഴക്കാറാട്ടോ. നമ്മുടെ വണ്ടിക്കകത്താണെങ്കിൽ ഇവിടെ ചൂട് പിടിച്ച ചർച്ചകൾ നടക്കുക. എന്താ ചർച്ച എന്നാ പറഞ്ഞത്? ചുരം ബ്ലോക്കോ? വലിയ കണ്ടെയ്നർ പോകുന്നുണ്ട്. ഈ കണ്ടെയ്നറൊക്കെ പോകുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ പ്രാഗുണ്ടാവും. പക്ഷെ ഞാൻ പ്രാഗൂല. എന്താ സംഭവം എന്നറിയോ? അതിനകത്ത് എന്തെല്ലാം അവശ്യ വസ്തുക്കൾ ഉണ്ടാവും. ഞാൻ പ്രാഗും. ജോക്കൂട്ടർ ഏറ്റവും കൂടുതൽ പ്രാഗുന്നാണ്. അതൊക്കെ തിരക്കുള്ള സമയങ്ങളിൽ വിട്ടാൽ കുറച്ച് പ്രശ്നം തന്നെയാണ്. അതൊക്കെ രാത്രി സമയം. പിന്നു ആണെങ്കിൽ ഇങ്ങനെ ചുരം കയറാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണേ. അപ്പൊ ഞങ്ങൾ ചുരം കയറിക്കൊണ്ടേയിരിക്കുന്നു. ഭയങ്കര പേടിയാണ്. നിങ്ങൾ എങ്ങനെ ചുരം ഇറങ്ങി വരുന്നത്? അയ്യോ എങ്ങനെ ദൈവമേ, ഈ അന്ന ചേച്ചി എപ്പോഴും ചുരം കയറി ഇറങ്ങിയാണ്. വണ്ടിക്കകത്ത് ഭയങ്കര കൊണ്ടുപിടിച്ച ചർച്ചയാണ്. ചർച്ച മറ്റൊന്നുമല്ല, ഉടമ്പണത്തിലേക്ക് പോകുന്ന എൻ്റെ അമ്മ രാവിലെ അങ്ങോട്ട് ഫോൺ എടുക്കും. അതെ, ഞാൻ 2 ഉച്ച ഉണ്ടാകില്ല, ഉടമ്പണത്തിൽ പോകുകയാണ്. ആദ്യത്തെ ഒരാളോട് പറയും. രണ്ടാമത് വിളിക്കും, കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം, വയനാട്ടിൽ പോണം, ഉടമ്പണത്തിൽ പോകുകയാണ്. ഓ ഷീമാഷാച്ചി, ഞാൻ ഉണ്ടാവില്ലേ, ഉടമ്പണത്തിൽ വിളിച്ചിട്ടുണ്ട്, അപ്പൊ അതിന് ഞാൻ പോകും. അപ്പൊ ഞാൻ ഉണ്ടാവില്ലേ. പിന്നെ 4 ആൾക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് വരുന്നോ? വേറെ ആളെ വിളിക്കും. പിന്നെ അത് കഴിഞ്ഞ് വേറെ ഇപ്പുറം വിളിക്കും. അതെ, അടുത്ത ആഴ്ച ഞാൻ ഉണ്ടാവില്ല, എന്താ ചെയ്യാ, ഉടമ്പണത്തിൽ. അവരിപ്പോ 2ാമത്തെ തവണയായി വിളിക്കുന്നത്, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലേ. എന്റെ അമ്മേനെ പറഞ്ഞോണ്ട് ചോക്കുട്ടിന്റെ സന്തോഷം നോക്കിയാൽ ചോക്കുട്ടിന്റെ അമ്മേനെ പറഞ്ഞ ചോക്കുട്ടേക്ക് സഹിക്കുവോ? എന്റെ അടുത്ത് ചോക്കുട്ടൻ എന്റെ അമ്മേനെ പറ്റി കുറച്ച് പറഞ്ഞില്ല. ഈ ചോക്കുട്ടന്റെ അമ്മയുണ്ടല്ലോ തനി നാട്ടിൻപുറത്തുകാരിയാണ്. അപ്പൊ ഒരു ദിവസം ചാച്ചനെയും കൊണ്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയേ. അപ്പൊ അഡ്മിറ്റ് ആയപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അമ്മച്ചി പറഞ്ഞു, എടി വെള്ളം വാങ്ങാൻ ഒരു കുപ്പി പോലും ഇവിടെ ഇല്ലല്ലോ, വെള്ളം വേണമായിരുന്നു. അപ്പം ഈ ജോക്കൂട്ടം മിനറൽ വാട്ടർ, അമ്മ കേൾക്കണ്ട, അമ്മച്ചി എൻ്റെ യൂട്യൂബ് കാണുന്നില്ലല്ലോ. അപ്പം ജോക്കൂട്ടം മിനറൽ വാട്ടർ ഒരു കുപ്പി വാങ്ങിക്കൊടുത്തേ. അമ്മച്ചി വേഗം അത് മറച്ചിട്ട് അവിടുത്തെ ഹോട്ടലിനോട് ഒരു കുപ്പിയിൽ ഈ കുപ്പിയിൽ വെള്ളം നിറച്ചിരുന്നത്. അമ്മച്ചിൻ്റെ വിചാരം ആ കുപ്പി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം കൊടുത്തത്. എന്താ ജോക്കൂട്ട് വലിയ ശരിയില്ലാത്ത? സ്വന്തം അമ്മേനെ പറഞ്ഞപ്പോ പൊള്ളിയില്ല, എന്റെ അമ്മേനെ പറഞ്ഞപ്പോ എന്തായിരുന്നു. അല്ല ശരിക്കും പറഞ്ഞോ. അതുപോലെ അമ്മച്ചി നമ്മുടെ കാട്ടിക്കുള്ളി ജീപ്പ് മാത്രമേ ഒരു സമയത്ത് ഉണ്ടായിരുന്നുള്ളേ. അമ്മച്ചിക്ക് ഓട്ടോറിക്ഷ കണ്ടിട്ട് ഭയങ്കര അത്ഭുതം, ഭയങ്കര അത്ഭുതം. അതുപോലെ ഉണ്ടല്ലോ ജോൺസേട്ടൻ്റെ അമ്മ കണ്ട, ജോൺസേട്ടൻ്റെ അമ്മേനെ പറഞ്ഞപ്പോ ജോൺസേട്ടൻ്റെ മുഖമൊക്കെ എന്തോ പോലെ കണ്ടോ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ജോൺസേട്ടൻ്റെ അമ്മ യൂട്യൂബ് കാണൂല. ഇതൊക്കെ കഴിഞ്ഞ ദിവസം ആമിമോളും ചക്കരയും ഞാനൊക്കെ കൂടെ അളകാപുരി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയി. ശശിപ്പാറ വെള്ളച്ചാട്ടം പോയപ്പം ഞങ്ങളുടെ കയ്യിൽ റംബൂട്ടാൻ ഉണ്ടായിരുന്നേ. അപ്പം ആമിയും ചക്കര റംബൂട്ടാൻ വേണ്ടി അടി ഉണ്ടാക്കി തിന്നുകൊണ്ടിരിക്കാൻ നേരത്തെ അമ്മച്ചി തട്ടിപ്പോയി, ഇങ്ങ് താടി എനിക്ക് ആ മൂട്ടയെ തൂറിയത്. തൊട്ടപ്പുറത്ത് കുറേ ചെറുപ്പക്കാരൊക്കെ ആമിയും ചക്കരയും ഭയങ്കര കല്യാണപ്രായത്തിൽ നിൽക്കുന്നവരല്ലേ, അവർക്ക് നാണായിട്ട് ഇങ്ങോട്ട് താടി ആ മൂട്ടയെ തൂറിയത്. എന്റെ അമ്മേനെ പറഞ്ഞപ്പോ നിനക്ക് നോക്കി അമ്മേനെ പറഞ്ഞപ്പോ സഹിച്ചില്ല. ഇതാ ഞാൻ പറഞ്ഞത്. എന്റെ അമ്മേനെ പറയാം. ഇനി അടുത്ത ചോക്കുട്ടിന്റെ കഥ പറഞ്ഞാൽ, അല്ല അമ്മച്ചി അമ്മേന്റെ കഥ പറഞ്ഞാൽ, എന്റെ അമ്മേന്റെ പറയുമ്പോ എന്റെ അമ്മ ഉണ്ടല്ലോ ഒരു ദിവസം ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ കഴിച്ച് ഞങ്ങള് ബീഫ് ചില്ലി വാങ്ങി. അപ്പൊ അവസാനം 2-3 കഷ്ണം ബാക്കി വന്നപ്പം അമ്മയ്ക്ക് പറയട്ടെ അമ്മയ്ക്ക് ഇത് വീട്ടിലേക്ക് പൊതിഞ്ഞു കൊണ്ടുപോകണം. പക്ഷെ ഇത്തിരി ഉള്ളപ്പോൾ ഹോട്ടലുകാരെന്ത് വിചാരിക്കുന്നു ഭയങ്കര മടി. അപ്പൊ അമ്മ പറഞ്ഞു, അമ്മ ഒരു ഐഡിയ ഇട്ട് കയ്യിൽ നിന്ന്. അമ്മ ആ വെയിറ്ററോട് പറഞ്ഞു, അത് ഇതൊന്ന് പൊതിഞ്ഞല്ലോ, വീട്ടിലൊരു പട്ടിക്കുഞ്ഞുണ്ട് അതിന് കൊടുക്കാനാന്ന്. ആള് തിരിച്ചു വലിയൊരു പൊതി തന്നു. എന്തായാലും നിങ്ങൾ പട്ടിക്ക് ഉണ്ടാവില്ല, കുറച്ചും കൂടെ വേസ്റ്റ് ഉണ്ട്, കൊണ്ടുപോകാൻ. കടപ്പ ചോക്കോട്ടെ ശരിക്കും. അല്ല എന്റെ അമ്മേനെ പറ്റി പറഞ്ഞപ്പോ ഇങ്ങൾക്ക് എന്ത് ചിരിയാ? ഒന്നുമില്ലല്ലോ, നിങ്ങളുടെ അമ്മായിമ്മയാന്ന് നിങ്ങൾ ചിന്തിക്കണ്ടേ കേട്ടോ. അടുത്ത ദിവസം അടുത്ത വേറൊരാളുടെ കുറ്റങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ബാക്കി അതെ, ഈ അമ്മ ഉടമ്പണത്തിന് പോകുന്നതിന്റെ ത്രില്ലിലേക്ക് ഒരു ചീക്കാറില്ല. അവിടെ നാണം കെട്ട് വരേണ്ട അവസ്ഥ ഒന്ന് ആലോചിച്ചോക്ക്.
എന്റെ ട്യൂഷൻ പിള്ളേർ കണ്ട ദൈവമേ, ആ ട്യൂഷൻ പിള്ളേർ എത്ര പൊരിച്ചിട്ടുണ്ട്. ഞാൻ പഠിക്കുന്നില്ല, പിന്നെ ഡിക്റ്റേഷൻ തെറ്റിച്ചു, എന്തൊരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഞാൻ ഈ അവിടെ കയറുന്ന വെച്ച പിള്ളേരിലൊന്ന് ആരോഗ്യം ചിന്തിക്കാൻ വയ്യ. ആ എപ്പിസോഡ് കണ്ട പോണ്ടാച്ചാലോ വഴിയിൽ കമ്മിച്ച് ടീച്ചറേ കണ്ടില്ലേ പണ്ട് ഞങ്ങളെ പറഞ്ഞു പോണ്ടാച്ചാലോ എന്റെ വയനാടിനെ പറ്റി എന്ത് കുന്ത പറയാനാ. ഞാൻ പറയും എന്റെ വയനാട് മനോഹാരിത പൊട്ടും. നമുക്ക് ചുരം കാഴ്ച കാണാട്ടോ. അങ്ങനെ ചുരം കയറി നമ്മളിതേ അന്നഭവനിൽ കയറി ദോശ കഴിക്കാന്ന് ഓർത്തു. കാരണം മിന്നു ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. മിന്നു ബിരിയാണി ഇന്നാത്ത നെയ്ച്ചോറ് ഇന്നാത്ത പിള്ളേരെ കണ്ടിട്ടുണ്ടായിരുന്നു. ചോറ് ഞങ്ങൾ ബിരിയാണി ഇന്നപ്പോൾ നോക്കിയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് ഇവിടുന്ന് ദോശ കഴിക്കാൻ പറ്റിയില്ലേ. ഓ ചോര അങ്ങോട്ട് കയറിയപ്പോഴേക്കും കൂട്ടുകാരൊക്കെ വിളിക്കാൻ തുടങ്ങിയേ. കണ്ടോ ഫ്ലാറ്റിൽ വരൂല, ഒരു ദിവസം പോലും നിൽക്കൂല, ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ ഫോട്ടോ എടുക്കാന്നുണ്ടോ ഇങ്ങനെ പിടിക്കുന്നുണ്ടോ. ജോക്കുട്ടൻ പണ്ട് വെളുത്തിട്ടായിരുന്നു പുകക്കുഴലിന്റെ ഉള്ളിലൂടെ പോയിട്ട് കറക്റ്റ് കൂട്ടുകാരി വിളി തുടങ്ങി. ദോശ നമ്മുടെ ഗീ പൊടി ഇഡലി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കണ്ടോ സത്താർക്കാരെ വിളിച്ച് പറയണം. അമ്മേന്റെ കേസരി എല്ലാരും ഡയറ്റിലാണ് കേസരി കഴിഞ്ഞ ആരും തിന്നില്ല. ഫസ്റ്റ് സ്കൂപ്പ് തന്നെ അവിടെ. അയ്യോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തതല്ലേ. സൂപ്പ് ടെസ്റ്റ് ചെയ്തതല്ലേ സൂപ്പ്. സ്പൂൺ ഇല്ല തിന്നും. വയറൊക്കെ ഫുള്ളായപ്പോ കുറച്ച് കുശുമ്പ് പറയാന്ന് വിചാരിച്ചു. ഈ ജോൺസേട്ടൻ്റെ ഒക്കെ ഒരു ഭാഗ്യം. ഈ കാഞ്ഞിരക്കോലി കൊല്ലി പോലുള്ളൊരു കുഗ്രാമത്തിൽ നിന്ന് വന്നിട്ട് ഗ്ലാമറുള്ള ഒരു പെണ്ണിനെ കെട്ടി. എന്ത് ഭംഗിയുള്ളൊരു പെണ്ണിനെ കിട്ടിയല്ലേ. പട്ടി അടിച്ച മോന്ത മൂക്കിലാണെങ്കിൽ ഓട്ടയില്ല, ശ്വാസം ഇതിലേ വിടുന്നതന്നെ അറിയുന്നില്ല. ഗ്ലാമർ വന്നിരിക്കുന്നേ. അമ്മ ഞാൻ സ്വന്തം മോളാണ്, മരുമോളല്ല. കാര്യം പറഞ്ഞപ്പോ മോളും. അമ്മ ഇതാണ് മരുമോൻ. അമ്മ ഇതാണ് മരുമോൻ. ഞാനിപ്പോ ജോൺസന്റെ ഭാഗത്താണ്. കാരണമുണ്ട്. കാരണം എന്തിനറിയോ, ഉടമ്പണത്തിൽ അമ്മയ്ക്ക് കൂട്ടുവരണോ. അതുകൊണ്ട് മാത്രം അമ്മ ഈ ചങ്ങാനെ കൊണ്ട് അമ്മ നാണം കിടും. അമ്മ ഉടമ്പണത്തിൽ കയറിയിട്ട് അമ്മ ഇത് പറയോ, ഉടമ്പണത്തിൽ പോയിട്ട് അമ്മ പാട്ട് പാടാൻ പറഞ്ഞ അമ്മയെങ്ങാനും പാട്ട് പാടി ഞാൻ ശരിയാക്കി കളയാൻ മേനെ. പാട്ടൊന്നും പാടൂല. ഞാൻ മരുമനൊക്കെ പഠിക്കും. ഡാൻസ് കളിക്കാം, പാട്ട്. അയ്യോ അമ്മ ഡാൻസ് കളിക്കാൻ വിളിച്ചാൽ എന്നെ വിളിച്ചാൽ ഞാൻ കളിച്ചോളാം. പാട്ട് പാടാൻ മാത്രം പറയരുത്. അമ്മ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാം. അമ്മ എന്നാ എന്നെ വിളിക്കണം കേട്ടോ ഡാൻസ് കളിക്കാൻ വിളിച്ചാൽ. പായസം ഒന്നും വേണ്ട, എന്ത് ഭക്ഷണം വേണേലും വാങ്ങിത്തരാൻ തയ്യാറായിരിക്കുന്ന. ഇതെല്ലാം വാങ്ങിച്ചത് എന്തുകൊണ്ട് ജോൺസേ? പായസം വേണോ? ഒരു കാര്യം ഉണ്ടല്ലോ, തട്ടിക്കളയാനായിട്ട് പ്ലാൻ ഉണ്ടോ? വയറ് നിറച്ച് കൊടുക്കും കന്നിന്. അതുപോലെ ജോൺസന്റെ സ്പീഡ് കുറച്ച് കുറക്കി. ജോൺസന്റെ കൂട്ടുകാരെ കാണാൻ അങ്ങോട്ട് വയനാട്ടിലേക്ക് എത്തുന്നതോറും കുറച്ച് സ്പീഡ് കൂടുതലാണ്. ഭയങ്കര സ്പീഡ്. അതെ, കൂട്ടുകാരുണ്ട് കുറച്ചെണ്ണം തലതെറിച്ച സാധനങ്ങള്. അവരെ കാണാൻ വേണ്ടിയുള്ള പോക്ക. അവരാരും വീഡിയോ കാണുന്നില്ലല്ലോ അല്ലേ. അത് നാളെ ചാൻസ് ഇല്ല. അപ്പൊ ഇന്നാണ് നോമ്പ്. 8 നോമ്പ നാളത്തെ ചോക്കിട്ട് നോമ്പ. നീ വൈകുന്നേരം പോയിട്ട് പ്രസംഗം പഠിക്കണം. എന്തൊക്കെ പണിയുണ്ട്. പ്രസംഗത്തിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ബഹുമാന്യനായ വികാരി അച്ഛൻ, മറ്റു ഇടവക ജനങ്ങളെ, പിന്നെ വിശിഷ്ടാതിഥിനെ പറയാം. പിന്നെ 50 വർഷം ആയി നമ്മുടെ ഇടപ്പട്ടി, പ്രകൃതി രമണീയമായ നമ്മുടെ ഇടപ്പട്ടിയിലെ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ നമ്മുടെ ഇടവക സ്ഥിതി ചെയ്തിട്ട് ഇന്നത്തേക്ക് 50 വർഷം. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി. നല്ലതൊന്നും പറഞ്ഞു കൊടുക്കുന്നത്. ഒരു അവസാനം നന്ദി നമസ്കാരം. പ്രസംഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് എന്റെ ആളുകളോടൊരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, സഹീറ. അത് പറഞ്ഞു കൊടുക്കട്ടെ എന്നിട്ട് എല്ലാവർക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ, സഹീറ എന്നാണ് പേര്. അവളിങ്ങനെ അവളെ ഞാൻ മോഡി കെയർ എന്ന് പറഞ്ഞൊരു ബിസിനസ്സിന് ചേർത്തിട്ട്. ഏത് സഹീറേന്നർക്ക് അമ്മ, അത് ഏത് സഹീറേന്നർക്ക് അറിയില്ലല്ലോ, അറിയില്ല. അപ്പൊ അവളെ ഞാൻ മോഡി കെയർ ബിസിനസ്സിന് ചേർത്തി കേട്ടോ.
അങ്ങനെ മോഡിക്കെയറിൽ ചേർന്ന് അവൾ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ വാങ്ങി. അപ്പൊ അന്ന് വലിയൊരു ഹോട്ടലിൽ വെച്ച് മോഡിക്കെയറിന്റെ ഒരു മീറ്റിംഗ് നടക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നാ സഹീറ നല്ല പേര് വേറെ കേട്ടോ, ആ പേര് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ അങ്ങനെ മോഡിക്കെയറിന്റെ മീറ്റിംഗ് നടക്കട്ടെ. അപ്പൊ വലിയ വലിയ സാർമാരൊക്കെ വന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഇവക്ക് കുറച്ച് എന്തെങ്കിലും പ്രസംഗം പറഞ്ഞു കൊടുക്കണം. എന്നെ ആള് പേര് പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ കുട്ടിക്ക് എന്തെങ്കിലും കുറച്ച് പ്രസംഗമൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നെ. ഇവിടെ അന്ന് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് സ്റ്റേജിൽ കയറി കേട്ടോ. അപ്പൊ ഇവളുടെ ഹസ്ബൻഡ് അതിന്റെ കുറച്ച് മുമ്പേ ഇങ്ങനെ മരിച്ചു പോയതാണ്. അപ്പൊ അങ്ങനെ ഇവള് സ്റ്റേജിൽ കയറി. ആദ്യമായിട്ടാണ് കയറുന്നത്. ഞാൻ കുറച്ചൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ഇവള് സ്റ്റേജിൽ കയറി. എല്ലാവർക്കും നമസ്കാരം. അന്നയോട് എനിക്ക് ഒത്തിരി കടപ്പാടുണ്ട്. എന്തെന്നാൽ ഞാൻ എൻ്റെ കാര്യമൊക്കെ നല്ല വൃത്തിക്ക് പറഞ്ഞു കൊടുത്തതാ എന്നെ പുകഴ്ത്തി പറയണത്. എന്തെന്നാൽ ആദ്യമായിട്ട് സുനിൽ സാറെ ബന്ധപ്പെടാനുള്ള അവസരം എനിക്ക് അന്നെ ഉണ്ടാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം ഫോണിലൂടെ ബന്ധപ്പെട്ടു. പിന്നെ അന്നയുടെ സഹായത്താൽ ഞങ്ങൾ നേരിട്ടും അല്ലാതെയും പലതവണ ബന്ധപ്പെട്ടു. അതിൽ നിന്ന് എനിക്ക് ഒത്തിരി സാമ്പത്തിക നേട്ടമുണ്ടായി. അങ്ങനെ വാങ്ങിയതാണ് ഈ ബ്രേസ്ലെറ്റ്. ഭർത്താവ് മരിച്ച എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു നിർത്ത എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു നിർത്തി പോരുന്ന്. ഭർത്താവ് മരിച്ച എനിക്ക് ഇതൊരു ആശ്വാസം തന്നെയായിരുന്നു. നന്ദി എന്നാ കടപ്പാട്. ഇല്ല ഞാൻ ഇത്രയ്ക്കൊന്നും ചെറുതാക്കിയേ പറഞ്ഞോളൂ. ഞങ്ങൾ കൽപ്പറ്റ എത്തിയിട്ടോ. അപ്പൊ അമ്മ ജോജുവിന് ഫിഷ് ഫുഡ് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ജോജുവിന് 2-3 ഫിഷ് ഉണ്ട്. അതിനുള്ള അമ്മേനെയും മിന്നുവിനെയും ഇവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ പോവുക. ഇനി ഇങ്ങേരും ഞാനും മാത്രം. എന്നെ ഭജിക്കും, എന്നെ വഴക്ക് പറയും. എല്ലാരും ചോദിക്കും ചേച്ചി എന്തിനാ അങ്ങനെ കൊഞ്ചുന്നേ. എന്ത് ചെയ്യണം, കൊഞ്ചി പോയി. പോയിക്കണം അനാവശ്യം പറഞ്ഞോട്ടെ. 40 വയസ്സും 4 വയസ്സിന്റെ പക്വത. എനിക്ക് 40 വയസ്സാണ്. ഞാൻ ആരോടും പറയാതിരിക്കുന്നു കേട്ടോ ചേട്ടാ. എന്നെ ചതിച്ച്. എടപ്പട്ടി വീട്ടിലൊക്കെ എത്തിയിട്ട് കുറേ നേരമായിട്ടോ. ഞാൻ പിന്നെ കുറച്ച് അടിച്ചു വാരി. അപ്സ്റ്റെയറൊക്കെ ഭയങ്കര പൊടി പിടിച്ചടക്കായിരുന്നു. അടിച്ചു വാരി. അതിനിടയ്ക്ക് ജോൺസേട്ടായി പള്ളിയിൽ പോയായിരുന്നേ. ഞാൻ ഇവിടെ ത്രെഡ്മില്ലുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൊരു അഭ്യാസ പ്രകടനമൊക്കെ നടത്തിയപ്പോൾ കാലം കൊണ്ട് അനക്കാൻ വയ്യ കേട്ടോ. ഇതിലും ഭേദം ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ ഭക്ഷണത്തിൻ്റെ ഓവർ വെയിറ്റ് അല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം ഞാൻ ആസ്മാറ്റിക്കാണ്. അപ്പോൾ ബ്രീത്തിങ് കപ്പാസിറ്റി കൂട്ടണം. പിന്നെ തൊട മാത്രം നല്ല തടിയുണ്ട്, അത് കുറച്ച് കുറയ്ക്കണം. അതൊക്കെ എനിക്ക് ഉദ്ദേശമുള്ളൂ. ഓക്കെ. അപ്പോൾ ഞാൻ മോളിച്ചേച്ചിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി വന്നതാണ്. അപ്പോൾ ജോൺസേട്ടായി നോക്കുമ്പോൾ അതേ മോളിച്ചേച്ചീൻ്റെ വീട്ടിൽ ജോൺസേട്ടായി. എന്നാൽ പിന്നെ ജോൺസേട്ടനെ പോയിട്ടുണ്ട് കയ്യോടെ പിടിക്കട്ടെ. ഇന്ന് നോമ്പ് തുടങ്ങുന്ന ദിവസമല്ലേ നാളെ. ഇനി അതിൻ്റെ കെയർ ഓഫും പറഞ്ഞ് വല്ല പരിപാടി ഒപ്പിക്കുകയാണോ എന്നറിയില്ല. നോക്കാം. എന്താ ഇവിടെ പ്രശ്നം? എന്താ ഇവിടെ പ്രശ്നം? ആ ജോക്കൂട്ടനുണ്ടോ അവിടെ? നല്ല കിട്ടും. ജോൺസേട്ടൻ്റെ കറണ്ട് കാണുന്നില്ല. ജോക്കൂട്ടൻ ഇങ്ങോട്ട് വാ. എനിക്കറിയില്ല. ജോക്കൂട്ടൻ ഇങ്ങോട്ട് വാ. ജോക്കൂട്ടിനെ പിടിച്ചോണ്ടോട്ടെ. പോയ എനിക്ക് പണി കിട്ടി. എന്നോട് പറയണം വല്ല ടച്ചിങ്സ് കൊണ്ട് എടുത്തോണ്ട് വരാൻ. ജോൺസേട്ടായി ഇന്ന് തൊട്ടാ ജോൺസേട്ട ഞാൻ ശരിയാക്കും, ഉറപ്പാ. എന്ത് കുന്താണെങ്കിലും ചെയ്യാ. പിന്നെ നീ കുന്തണ്ടാക്ക്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും 100 പവനും പിന്നെ 1 കോടി രൂപയും തന്ന് കെട്ടിച്ചുവിട്ട ജോൺസേട്ടൻ്റെ ടച്ചിങ്സ് ഉണ്ടാക്കാനല്ലേ. എന്താണ് ജോൺസേട്ടായിക്ക് സ്ത്രീധനമൊന്നും വേണ്ട എന്നാണെങ്കിലും എനിക്ക് കിട്ടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സ്ത്രീധനം പോയിട്ട് സ്ത്രീധനൊരു ധനം എന്ന് വിചാരിക്കുന്ന അച്ഛൻ്റെ അടുത്ത് എന്ത് ചോദിക്കാനാ. വീട്ടിൽ ഭയങ്കര അവസ്ഥയായിരുന്നു കേട്ടോ. ആക്ച്വലി ജോൺസേട്ടൻ കുടുംബത്തിൽ വന്ന ശേഷമാണ് ജോൺസേട്ടനാണ് കുറച്ചൊക്കെ എല്ലാവരെയും ഒന്ന് കര കയറുന്നതിലൊക്കെ സഹായിച്ചത്. കാരണം എല്ലാം കുഞ്ഞു കുഞ്ഞു ആളുകളല്ലായിരുന്നോ നമ്മൾ. ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ടിൻ്റെ ടച്ചിങ്സ് വെച്ചായിരുന്നു. ഇനി ഞാനതില്ലാത്തപ്പോൾ ഇവരെടുത്ത് തിന്നോന്ന് എനിക്കറിയില്ല. ഞാൻ അതുണ്ടെങ്കിൽ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ വന്നേ. ടച്ചിങ്സ് ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് വയ്യ. കണ്ടോ, കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു സാധനം ഇവിടെ കാണില്ല. അപ്പോൾ ടച്ചിങ്സൊക്കെ അവർ തിന്ന് തീർത്തിട്ടുണ്ട്. ജോൺസേട്ടാ ഞാൻ പോയ ശേഷം ഇവിടെയുള്ള മാറ്റങ്ങൾ കണ്ടോ. അവിടെ നല്ല വൃത്തിയായിട്ടുണ്ട്. അതിനർത്ഥം ഇവിടെ ഒരു കള്ളുകുടിയൊക്കെ നടന്ന ശേഷം വൃത്തിയാക്കിയിട്ടതാണ്. അതിൻ്റെ ഒരു കാഷ്യൂ നട്ടിൻ്റെ ടച്ചിങ്സ് ഉണ്ട് അവിടെ. അത് വേണമെങ്കിൽ കൊടുക്കാം. നല്ല അടിപൊളി. ഞാൻ മഹാ ചിപ്സിൽ നിന്ന് വാങ്ങിയ കാഷ്യൂ നട്ടിൻ്റെ ഒരു ഇതാട്ടോ. ഭയങ്കര ടേസ്റ്റായി സാധനം. നമ്മുടെ ചേട്ടന്മാരല്ലേ തിന്നിട്ട്. നമ്മുടെ ചേട്ടന്മാർക്ക് നമ്മൾ വേണ്ടി കൊടുക്കാൻ വേണ്ടി. ഇത് കാഷ്യൂ നട്ട് മാവിൽ മുക്കി പൊരിച്ച സാധനം കേട്ടോ. എൻ്റെ മക്കളെ, എൻ്റെ കാലൊക്കെ ഭയങ്കര വേദനയാട്ടോ.
അമ്പോ നമുക്കിത് കൊടുത്തിട്ട് വരാം അവർക്ക്. അമ്മേ അമ്മേ കള്ള് കുടിക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി കള്ള് കുടിക്കുന്നുണ്ടെ വഴക്കിടാൻ പോയി ഞാനാ. എന്നോട് പറഞ്ഞു വീട്ടിൽ പോയി കുറച്ച് ഫ്രൂട്ട്സ് അരിഞ്ഞുകൊണ്ട് പാടിയാണ്. ആക്ച്വലി കള്ള് കുടിക്കുമ്പം പിറ്റേന്ന് ഞാൻ വഴക്കുണ്ടാക്കുമ്പം ആ സമയത്ത് മാത്രം ആരോഗ്യത്തെപ്പറ്റി ചിന്ത വരും. അപ്പോൾ ആരോഗ്യം നന്നാക്കാൻ വേണ്ടി വാങ്ങി വെക്കുന്ന ഫ്രൂട്ട്സാണ്. അത് പിന്നീട് ടച്ചിങ്സിലേക്ക് പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എന്താ അവിടെ നടക്കുന്നതെന്ന്. എങ്ങനെയെങ്കിലും കുറച്ച് ഫ്രൂട്ട്സ് അകത്ത് ചെല്ലട്ടെ. അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറയാനാ? നമുക്കിപ്പോൾ ഒരാളെ പിടിച്ച് നന്നാക്കാൻ പറ്റുമോ? ഇതുണ്ടോ, ഇതിൻ്റെ കൂടെ റോബസ്റ്റയും കൂടെ അരിഞ്ഞു കൊടുക്കട്ടെ തിന്നിട്ട്. വേണ്ടോ വെയിറ്റ് നോക്കട്ടെ, ഇതുകൊണ്ട് കൊടുക്കാം. വല്ലാത്ത വേണ്ടാത്ത കാര്യത്തിനായിപ്പോയി ഞാൻ എത്തി നോക്കാൻ പോയത്. എൻ്റെ ഒരവസ്ഥയെ കൊണ്ടുപോകട്ടെ. ഇനി എന്നെ ഓരോ കാര്യത്തിനും ഓടിക്കും. ഇതാദ്യത്തതാ. ഇനിയിങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞ് എന്നെ ഓടിക്കും. അപ്പം ഇന്നൊരു രാത്രി ഇവിടെ കഴിയുകയാണ്. താങ്ക് ഗോഡ്. ഓക്കെ, പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എനിക്കിപ്പോൾ എടുത്തൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും കുറച്ച് ബോറടിയാണോ, എന്തെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ. പ്രത്യേകിച്ച് ഞാൻ മാറാനൊന്നുമില്ല, എന്നാലും ഞാൻ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് സൂക്ഷിക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വേഗം കാണാം. ഇറ്റ്സ് മീ അന്ന ജോൺസൺ ഫ്രം ന്യൂസ്. തിന്നു തിന്നു തിന്നുകൊണ്ടേയിരിക്കൂ. ഗുഡ് നൈറ്റ്.